ഹലോ, ഞാൻ ഷിബില ഐജാക്കിയുടെ ടീമിലാണ്. ശരിക്കും നമ്മളൊക്കെ ലോകത്തിലെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ ജസ്റ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നില്ല. We are the partner. Okay, വർക്കില്ല. We are the partners. അപ്പൊ സാറ് പറഞ്ഞു, എന്റെ കേൾക്കുകയാണ്, ഷെഫീഖ് ഭായ് ഇപ്പൊ ഏത് പൊസിഷനിലാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പിതാവ് ഈ ലോകത്തിലെ ഒരു സുഖ സൗകര്യങ്ങളും അനുവദിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. കാരണം മക്കളൊക്കെ വലിയ വലിയ നിലയിലെത്തിയവരാണ്. പക്ഷെ ആ ഒരു സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു 19-ാമത്തെ വയസ്സിൽ ദുബായ് പോയതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. വരും ഒരു കൊല്ലം അവിടെ നിൽക്കും, ഒരു മാസം വരും. ആ ഒരു കൊല്ലത്തെ അധ്വാനം മുഴുവൻ ടൂറ്, വിരുന്നുപോക്ക്, ഡ്രസ് എടുക്കല് കഴിഞ്ഞു. ലാസ്റ്റത്തെ ഇതിലൊക്കെ വന്ന ആവേശമൊന്നും പോകുമ്പോൾ ഞാൻ കാണാറില്ല, കാരണം കയ്യിലൊന്നുമില്ല. പിന്നെ അദ്ദേഹം ജസ്ഫീൽഡിലെത്താൻ ഒരുപാട് വൈകി. അറിയാത്ത പല പല ബിസിനസ്സുകളും ചെയ്ത് പൊട്ടിപ്പാളീസായ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ദുബായിലായ സമയത്ത് ഒരു ഒഴിഞ്ഞൊരു സ്ഥലം, ഏതാണ് ആ സ്ഥലം, ഒരു പച്ചക്കറി കട തുടങ്ങി അദ്ദേഹം അവിടെ കൊണ്ടുപോയി. ഒരു വെള്ളിയാഴ്ച ലീവുള്ള ഒരു ദിവസമാണ്. നമുക്ക് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്കിന്ന് ആ ഷോപ്പിൽ പോയി കാണാൻ പറഞ്ഞു. ഞാൻ പോയി, ഒരു ഉണങ്ങിയ ഷോപ്പ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലേക്ക ഇത് വിജയിക്കോ? പിന്നെ ആ പാകിസ്ഥാനൊക്കെ വരും കിട്ടുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട് ഇക്കാക്കുള്ളതിനേക്കാളും ബുദ്ധി എനിക്കുണ്ടോന്നുള്ളത്. കാരണം ആരൊക്കെയോ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഒരു സെയിൽസിൽ അദ്ദേഹം ഒരു അഗ്രഖണ്ഡിയാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരോട് സംസാരിക്കാനും പിന്നെ ഒരു ഷോപ്പിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ആ മുഖത്തൊരു ഭാവ വ്യത്യാസമില്ലാതെ പിന്നെയും പിന്നെയും പോയിട്ട് തന്റെ പ്രൊഡക്റ്റ് അവിടെ ഇടിപ്പിക്കാനുള്ള ഒരു വലിയ സ്കിൽ അദ്ദേഹത്തിന്. അപ്പൊ ഒരു പരാജയം സങ്കടപ്പെടില്ല അദ്ദേഹം. അതെന്താ, എന്തുകൊണ്ട് എനിക്കിത് ഒറ്റയ്ക്ക് തുടങ്ങിക്കൂടാനുള്ള ഒരു ചീത്ത സ്വഭാവം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അന്ന് ഇവിടെ ഈ മഹാമനുഷ്യനെ അദ്ദേഹം പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിജയിച്ചു. കാരണം എങ്ങനെ ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഒരു 4ാം ക്ലാസ്സുകാരെയും ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് തെളിയിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഓരോന്നും ഓരോ സമയത്ത് ദാസാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സമയം ഇപ്പോഴാണ്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാനെ നോക്കിയിട്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. പലരും എന്നെ കളിയാക്കാറുണ്ട്, നീ ഒരു ഹോം നേഴ്സ് ആണെന്നുള്ളത്. അത് ഞാൻ അഭിമാനത്തോടു കൂടി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം മെജോറിറ്റി എന്റെ ഉമ്മാനെ പരിപാലിക്കാനുള്ള ഒരു ഭാഗ്യം സർവശക്തി എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പം പലരും പറയും, ഞാൻ പല ജോലിക്കും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയും, എനിക്ക് ഒരു മാസത്തിൽ 10 ദിവസം തുടർച്ചയായി ലീവ് തരുമോ? അപ്പം ഒരു പറയും, വിളിക്കാം. ആരും വിളിച്ചിട്ടില്ല. പക്ഷേ സർവശക്തൻ ഒരു മാർഗം എനിക്ക് കാണിച്ചു തന്നു. എന്നോടൊരു ദിവസം എന്റെ ഷെഫീഖ് പറഞ്ഞു, ഷിബേ ഞാനൊരു സൂം മീറ്റിന്റെ ലിങ്ക് അയക്കുന്നത്, കേറിക്കൊണ്ടോ? കേറി. വാട്സപ്പും യൂട്യൂബും അല്ലാതെ ഒന്നും ഞാൻ ഫോണിൽ നോക്കാറില്ല. ഇന്ന വിചാരം ആ ലിങ്കും നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കാം, ഒന്നും വരില്ല. അപ്പൊ സൂം മീറ്റിൽ കയറണമെങ്കിൽ ആദ്യം സൂം ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു,
അപ്പൊ അതൊക്കെ ആരോടൊക്കെ ചോദിച്ചാൽ അതൊക്കെ ചെയ്ത് പിറ്റേന്ന് കേറിയിട്ട് ഒരു തലയും മാറി കിട്ടിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ കിട്ടും, കാരണം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. ഞാൻ കേട്ടിരുന്നു, അങ്ങനെ ഇരുന്ന് 2-3 ദിവസമൊക്കെ കേട്ടു. പിന്നെ ഞാൻ പറഞ്ഞ് കേറില്ലട്ടോ, എനിക്ക് വേണ്ട, നിങ്ങൾ എന്നെ പഠിച്ച പണിക്ക് വിട്ടിട്ടില്ലല്ലോ, ഇനിയുള്ളത് തന്നെ എന്നെ നോക്കിയാൽ മതി. അപ്പൊ ആ മനുഷ്യൻ പൊതുവെ ഇങ്ങനെ ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. ഞാൻ വൈകുന്നേരമാണ് പോലെ മൂപ്പര് വൈകുന്നേരമാവില്ല. അപ്പൊ എന്ത് ചെയ്തു? കേറില്ല. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ എന്നോട് സുബേർക്ക് എന്നെ വിളിക്കും ഇടയ്ക്കിടക്ക്. അപ്പൊ ഞാൻ ആ ഫോൺ എടുക്കൂല, കാരണം വെറുതെ ഞാൻ എന്തെങ്കിലും കയറാൻ പോകും. ഷെഫി ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞു എന്നോട് പറയും വേണ്ട, ഞാൻ അതിക്ക് കേറൂല. പിന്നെ എന്തോ ലൈഫിൽ എന്തെങ്കിലും 41.5 കഴിഞ്ഞു, 42 ആവാനായി, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എല്ലാവരും പൊതുവെ പറയുന്നുണ്ട് കസ്തൂരിന്റെ ഗന്ധം വരുന്നത് മാനിൽ നിന്നാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ മാതിരി. അതെനിക്ക് തോന്നി, പലരും പറയും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തൊക്കെയോ ഒരു ചെറിയ ഘടകങ്ങൾ എന്റെ കയ്യിലുണ്ടല്ലോ, എന്നാ എന്തുകൊണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്റെ കയ്യിൽ വന്നിട്ട് ഞാൻ എന്തിനാണ് അത് തട്ടിക്കളയുന്നത്? ഞാൻ ഇറങ്ങിയിട്ട് സൂം മീറ്റില് വീണ്ടും കയറി. അപ്പൊ കണ്ടിട്ട് ആദ്യം ഒന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടത്. പിന്നെ കയറിന്റെ ഇതെന്താണെന്നറിയോ? സാറ് ക്ലാസ് കേൾക്കും, നേരെ ഇങ്ങോട്ട് നിൽക്കും. ഇങ്ങോട്ട് ആരൊക്കെയായി സൂമിലുള്ളത്, ആരൊക്കെയുള്ളത് എന്നൊക്കെ നോക്കി ഞാൻ അറ്റൻഡൻസ് കൊടുക്കും എല്ലാവർക്കും. ഇത് കണ്ടല്ലോ ഡെയിലിയുള്ള പരിപാടിയാണ്. നല്ല രസം. എന്നിട്ട് ബാപ്പ ഈ കോടികളെ കണക്കൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ നോക്കും. അപ്പൊ കാരണം 8 മണിക്ക് തന്നെ രാവിലെ ഇതൊന്നും വെക്കാതെ അത് ഉമ്മാനെടുക്കുന്നുണ്ട് ഓണാക്കല്ലേ. എന്നിട്ട് ഇങ്ങനെ കോടിയൊക്കെ കേൾക്കുമ്പോ ആ 5 ബക്കറ്റ് പഠിപ്പിച്ച സമയത്ത് എന്റെ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, അല്ലെ ശിവ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവും മഞ്ഞ നീലൊക്കെ ബക്കറ്റ്, അതേപോലെ 10-ന്റെയും 100-ന്റെയും 50-ന്റെയും നോക്കിട്ടാണ് ബക്കറ്റിനെ കുറിച്ചാണ് ഈ പഠിപ്പിക്കണമെന്ന് വെച്ചത്. അപ്പൊ എനിക്ക് സത്യത്തിന്റെ ദേഷ്യം വന്നു. പക്ഷെ എന്നെ കളിയാക്കിയ ആ വ്യക്തിയാണ് എന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റർ. കാരണം അതൊക്കെ വെറുതെ പറയാം. സ്വല്പം ബുദ്ധിയുള്ള ഒരാൾക്ക് ഒന്ന് പഠിക്കാൻ വിട്ടാല് അതുകൊണ്ട് ഫേക്ക് ആയിട്ട് ഒന്നും കാണില്ല നമ്മുടെ കമ്പനിയെ കുറിച്ച്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി. രാത്രി ഉമ്മ ഉറങ്ങിയിട്ടില്ല. ആ സമയത്ത് ഞങ്ങൾ ഉമ്മാക്കന്ന് ചെറിയൊരു 1:30 മണിക്ക് ഞങ്ങൾ രണ്ടും സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 3 ആൺകുട്ടികളാണ് അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ലൈഫൊക്കെ സെറ്റ് ആവണമെങ്കിൽ സ്വർണത്തിന് വില കൂടാന്ന് വിചാരിച്ചിട്ട് മക്കളെ കല്യാണം ഉണ്ടാവുമ്പോൾ സ്വർണം കൊടുക്കാനാണ് പറഞ്ഞത്. നമുക്ക് എപ്പോഴും ഭാവി ഒരു സുരക്ഷിതമാക്കണം. മക്കളൊന്നും തരൂല, കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് തിരിച്ചിങ്ങോട്ട് ചോദിക്കുമ്പോൾ അത്ര സന്തോഷം അവർക്ക് കാണില്ല. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ സംസാരിച്ചു പറഞ്ഞു. ആ കമ്മൽ എനിക്ക് കാട്ട്, എന്നിട്ട് ജിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തോന്നാണ് അത് വേണം കേട്ടോന്നത്. പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു മോതിരണ്ട്, ഒരു മുക്കാറുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്ത് അത് എനിക്ക് തരാം, ബാക്കി പൈസ തരാം, ഞാനൊരു ഷെയർ എടുത്തിട്ടുണ്ടെന്നത്. അപ്പൊ സാർ ആ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നല്ലോ. ഉറങ്ങി നീച്ചു കഴിഞ്ഞാൽ ഓരോ സ്വഭാവം അറിയാലോ. ഞാൻ ആ മോതിരം അപ്പത്തല്ലോ ഞാൻ പറഞ്ഞ് ആ മോതിരം കൊണ്ട. കാരണം എനിക്ക് പേടി, ഇവിടെ ഉറങ്ങിയിട്ട് നീച്ചു കഴിഞ്ഞാൽ തിരിച്ചതിനോട് ചോദിക്കോ. ഞാൻ രാവിലെ കോഹിനൂർ ചോദ്യം തുറക്കണം 9:30 കൊണ്ടേ വിറ്റിട്ട് ഓണം കാണില്ല. വിറ്റിട്ട് ഞാൻ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ട് ബാക്കി എന്റെ പൈസയും കൊണ്ടാണ്. അതിന്റെ ആധാറും ഇവിടെ ആധാറും എല്ലാ സംഭവങ്ങളും തന്നിട്ട് അത്രയും ആവശ്യമില്ല. അങ്ങനെ തന്നതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 മണിക്ക് 9 സിസ്റ്റേഴ്സാണ് എനിക്ക്, 11 പേരാണ്. ഞാൻ 10ാമത്തെ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ മറ്റുള്ളവരെ വിളിച്ചു. നോക്കിയാ സേഫ് കൂടി കേട്ടോ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. വേണമെങ്കിൽ കൂടിക്ക, ഇപ്പം കൂടിക്കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ പ്രോഫിറ്റ് വാങ്ങാൻ. ഇന്നാല് 75,000 ഉറുപ്പിക 25,000 ഉറുപ്പിച്ച് കടം തരുമോ വെച്ച് ഞാൻ അതൊക്കെ അവിടെ ഉണ്ടാവും. 2 പിന്നെയും കൂടി 2 വന്നു. അപ്പോഴാണ് വേറൊരു ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇന്നൊരു ദിവസം
ജസ്മിന്റെ വയനാട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് വന്ന് കഴിഞ്ഞാൽ വെറുതെ ആവില്ല. എന്തായാലും നമ്മൾ ഒരുപാട് ടൂർ പോയി സമയം കളയുന്നല്ലോ. ഈ ഒരു യാത്ര ചിലപ്പോൾ ലൈഫിൽ വലിയൊരു ടേണിംഗ് ആയിരുന്നു. എന്തായാലും എന്റെ വാക്ക് കേട്ട് അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം സാറിന്റെ ക്ലാസ്സല്ലേ പടപ്പടക്കിന് ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നോടത്ത് ഞാൻ നിൽക്കാൻ ഞാൻ വിചാരിച്ചു പിന്നെ അവിടെ ഫോഴ്സ് ചെയ്യാനൊന്നും പോയില്ല. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്യൂലുണ്ട് കളയാക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. 2 ലക്ഷം. അപ്പൊ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉള്ളതാണ്. അപ്പൊ അവിടെയും കിട്ടി. നീ കിട്ടാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി. സാർ വന്നത് ഷെഫിക്കന്റെ കാര്യങ്ങൾ പറയാനാണ്. അദ്ദേഹത്തിന് ഒരുപാട് സ്കില്ലുകളുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ സ്കില്ലുകളും പുറത്തെടുക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അതിന് കട്ടയ്ക്ക് ഞാനുണ്ടാവും. ഓക്കെ നല്ലൊരു